ലോകം വേൾഡ് കപ്പ് കിരീടത്തിന് പുറമെ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യമാണ് വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ആര് സ്വന്തമാക്കുമെന്നുള്ളത്. നിലവിൽ ഇന്നലെ നടന്ന ലുസേൽസ് ഫൈനലിൽ ഇരട്ട ഗോളുമായി കളം നിറഞ്ഞ എംബാപ്പെ ഫ്രാൻസിനെ വിജയിപ്പിക്കാനായില്ലെങ്കിലും തൻ്റെ ഗോളടി മേളം എംബാപ്പെ ഇന്നലെയും കാഴ്ചവെച്ചു. ഇതോടെ ലിയോ മെസ്സിയെ മറികടന്നുകൊണ്ട് 10 ഗോളുമായി എംബാപ്പെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. മത്സരത്തിൽ 2 ഗോളും 1 അസിസ്റ്റുമാണ് എംബാപ്പെ സ്വന്തമാക്കിയത്. ഇതോടെ എംബാപ്പയ്ക്ക് 10 ഗോളും 4 അസിസ്റ്റുമാണുള്ളത്. ഇനി ലിയോ മെസ്സിക്ക് നിലവിലുള്ളത് 8 ഗോളും 4 അസിസ്റ്റുകളുമാണ്. ഇതോടെ അസിസ്റ്റിൻ്റെ കാര്യത്തിൽ മെസ്സിയും എംബാപ്പയും ഒപ്പത്തിനൊപ്പം എത്തി നിൽക്കുകയാണ്. 2 ഗോൾ എംബാപ്പയ്ക്ക് കൂടുതലുമാണ്. ഇനി ഇന്നത്തെ മത്സരത്തിൽ മെസ്സിക്ക് എംബാപ്പയെ മറികടക്കണമെങ്കിൽ എന്തു ചെയ്യണം? മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് നേടണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ എത്ര ഗോളുകൾ സ്കോർ ചെയ്യണം? 2 വഴിയാണുള്ളത്. ഒന്നെങ്കിൽ മെസ്സി ഇന്നത്തെ മത്സരത്തിൽ 2-ലധികം ഗോളുകൾ സ്കോർ ചെയ്യണം. ഇന്ന് നടക്കുന്ന വേൾഡ് കപ്പ് ഫൈനലിൽ സ്പെയിനെതിരെ മെസ്സി ഹാട്രിക് നേടുകയാണെങ്കിൽ 11 ഗോളുകളുമായി എംബാപ്പയെ അനായാസം മറികടന്നുകൊണ്ട് ഇന്ന് ലിയോ മെസ്സി ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കും. അതേസമയം മറ്റൊരു വഴി, ഇന്നത്തെ മത്സരത്തിൽ മെസ്സി ഇരട്ട ഗോളുകൾ സ്കോർ ചെയ്യുകയും 1 അസിസ്റ്റ് നേടുകയും ചെയ്താലും അസിസ്റ്റിൻ്റെ കാര്യത്തിൽ എംബാപ്പയെ മെസ്സിക്ക് മറികടക്കാം. മെസ്സി ഇനി ഇരട്ട ഗോളുകൾ മാത്രമാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം എംബാപ്പെ സ്വന്തമാക്കും. കാരണം കളിച്ച മിനിറ്റുകളുടെ എണ്ണത്തിൽ നിലവിൽ മെസ്സിയാണ് കുറവെങ്കിലും ഫൈനലിലെ 90 മിനിറ്റ് കണക്കാക്കിയാൽ മെസ്സി എംബാപ്പയ്ക്ക് മുകളിൽ കൂടുതൽ സമയം കളിച്ച താരമാകും. ഗോളുകൾ തുല്യമായാൽ അസിസ്റ്റുകളാണ് നോക്കുക. നിലവിൽ അസിസ്റ്റുകളും തുല്യമായാലാണ് കളിച്ച മിനിറ്റുകൾ നോക്കുക. നിലവിൽ ഇന്നത്തെ വേൾഡ് കപ്പ് ഫൈനലിൽ മെസ്സി 90 മിനിറ്റ് കളിക്കുമെന്നത് ഏകദേശം ഉറപ്പ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ 90 മിനിറ്റ് മെസ്സി കളിക്കുകയാണെങ്കിൽ എംബാപ്പയേക്കാൾ കൂടുതൽ സമയം കളിച്ച വ്യക്തി മെസ്സിയാകും. ഇതോടെ മെസ്സി ഇരട്ട ഗോളുകൾ സ്കോർ ചെയ്താലും എംബാപ്പ തന്നെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കും. അതേസമയം മെസ്സി അസിസ്റ്റ് കൂടി സ്വന്തമാക്കുകയാണെങ്കിൽ 10 ഗോളും 5 അസിസ്റ്റുമായി മെസ്സി എംബാപ്പയെ മറികടക്കുകയും ചെയ്യും. ഇന്ന് ആര് ഗോൾഡൻ ബൂട്ട് ഉയർത്തും? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.